കൂട്ടുകറി തയ്യാറാക്കാൻ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ചേന, കുമ്പളങ്ങ, ഏത്തയ്ക്ക, ഓമയ്ക്ക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കഷ്ണത്തിനാവശ്യമായ ഉപ്പ്, ചേന വേവുന്നതിനാവശ്യമായ വെള്ളം. ചേനയ്ക്ക് നല്ല വേവ് ഉണ്ടല്ലോ, അപ്പോൾ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, കറിവേപ്പില. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് തീ ഓൺ ചെയ്യാം. നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. കാരണം ചേനയ്ക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ട് ചേനയുടെ വേവാണ് കഷ്ണത്തിൻ്റെ വേവ്. അതുവരെ നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചേനയും കഷ്ണങ്ങളൊക്കെ വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേന് നമുക്ക് ഇത്രയും ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്രയും ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നല്ലപോലെ ഒന്ന് ചുമക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ നല്ലപോലെ ചുമന്നിട്ടുണ്ട്. ആ സമയത്തിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു തേങ്ങയുണ്ടേ. നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗോൾഡൻ കളറായപ്പോഴേ കുറച്ച് അരപ്പ് നമുക്ക് ഇതിലോട്ട് മാറ്റാം. എന്നോ ബാക്കി നമുക്ക് നല്ലപോലെ മുപ്പിച്ചെടുക്കാം. ഇതിപ്പം കറക്റ്റ് ഡാർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കളർ കണ്ടോ, ചെറിയ ഗോൾഡൻ കളറും മറ്റേത് നല്ല ഡാർക്ക് കളറും. ഈ 2 പരുവാണ് കൂട്ടുകറിക്ക് വേണ്ടത്. ഈ പരുവത്തിൽ വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പേ ചേർത്ത് ശകലം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്രയും ശർക്കരയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് റെഡിയാക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. തീ കുറച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ കൂട്ടുകറി എല്ലാവരും റെഡിയാക്കി നോക്കണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.